അവരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ടതായിരുന്നു. ഒരു അഡ്വക്കേറ്റ് ആയിട്ടും താൻ അതൊന്നും ചെയ്തില്ലല്ലോ. സുധി, ആവേശം കൊണ്ടിട്ട് കാര്യമില്ല. ആ സ്ത്രീ എൻ്റെ അച്ഛൻ്റെ സഹോദരിയാ. അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ എനിക്ക് കഴിയൂ? കേസായ അത് അവിടം കൊണ്ടൊന്നും തീരില്ല സുധി. കുഞ്ഞ് SP വിശ്വനാഥന്റെയും ജസ്റ്റിസ് ഉണ്ണിത്താന്റെയും പേരക്കുട്ടിയാ. മീഡിയക്കാർ വിവരം അറിയില്ലെന്നാണ് സുധി കരുതുന്നത്. പിന്നീടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഓർത്തിട്ടാ ഞാൻ അത് വേണ്ടാന്ന് വെച്ചത്. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. ചില വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടാ അവര് പോയത്. ഞാനിത് സുധിയോട് പറയുന്നില്ല. അവരിവിടെ വെറുതെ അല്ല കഴിഞ്ഞതെന്ന് എനിക്കിപ്പം മനസ്സിലായി. അവരത്ര പെട്ടെന്ന് അവിടുന്ന് മടങ്ങിപ്പോകുന്ന നിരഞ്ജന കരുതുന്നുണ്ടോ? അവർക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യട്ടെ എന്നുവെച്ച് മോനെയും കൊണ്ട് മറ്റൊരിടത്തേക്ക് പോകാൻ എനിക്ക് കഴിയില്ല. ഇനി കൂടുതൽ എന്തെങ്കിലും ചെയ്താ ഇന്ത്യ വിട്ട് പോകാൻ കഴിയില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുമെന്ന് അവരെ അറിയിച്ചാ പറഞ്ഞു വിട്ടത്. അങ്കിള് വരുവോ? ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല. ഇത് ഞാൻ തിരഞ്ഞെടുത്ത വഴിയാ. മറ്റാരെയും പഴിച്ചിട്ടോ സങ്കടം പറഞ്ഞിട്ടോ കാര്യമില്ല. ഒരമ്മയാവാനുള്ള മോഹവുമായി ഞാൻ വേഷം കെട്ടിയിറങ്ങി. ഇനി ഈ വേഷം അഴിച്ചു വയ്ക്കാൻ എനിക്ക് കഴിയില്ല. വിധി അനുവദിച്ച ഞാനും എൻ്റെ മോനും തിരിച്ചു പോകും. ഇനി അതല്ല, ഇവിടെ വെച്ച് ജന്മം തീരുന്നെങ്കിൽ അതങ്ങനെ. മൂന്നാറിൽ നിന്ന് പാതി വഴിക്കൊരു മടക്കം എനിക്കില്ല. ആ സംഭവത്തിന്റെ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ ശരീരം വിറച്ചുകൊണ്ടിരിക്കുക സുധി. എനിക്കും എൻ്റെ മോനും ആരുമല്ലാത്ത ആലിസിന്റെ ബലത്തിലാണ് ഞാൻ ഇപ്പോൾ കഴിയുന്നത്. ഈ പരീക്ഷണഘട്ടം മറികടക്കാൻ എൻ്റെ ഒപ്പം ആലീസ് മതി. ജീവിതത്തിൽ നിരഞ്ജനയ്ക്കൊരു കടപ്പാടുണ്ടെങ്കിൽ അത് ആലിസിനോട് മാത്രമായിരിക്കും. എൻ്റെ കുഞ്ഞിനെ തിരിച്ചു പിടിച്ചു തന്നത് അവളാ. എൻ്റെ സമ്പാദ്യമൊക്കെ അവൾക്ക് സമർപ്പിക്കാനും ഞാൻ തയ്യാറാ. നിരഞ്ജന, താൻ എന്തൊക്കെയാ പറയുന്നത്? സുധി ഈ വിവരം വീട്ടിൽ വിളിച്ച് പറയരുത്. എനിക്ക് പറയാൻ മറ്റാരും ഇല്ലാത്തോണ്ടാ സുധിയോട് പറഞ്ഞു പോയത്. എൻ്റെ മൂഡ് ശരിയല്ല. ഞാൻ പിന്നെ വിളിക്കാം. ശരി നിരഞ്ജന. എന്നിട്ട് നിരഞ്ജൻ ആ സ്ത്രീയെ വെറുതെ വിട്ടുന്നു. അല്ലാതെ എന്ത് ചെയ്യും? തടഞ്ഞു വെച്ച് പോലീസിനെ ഏൽപ്പിക്കണമായിരുന്നു. ഒരു കുഞ്ഞിനെ എടുത്ത് കൈമാറാൻ നോക്കിയതല്ലേ ആ സ്ത്രീ? ഒന്നും ഓർക്കാതെയല്ല നിരഞ്ജന അത് ചെയ്തത്. ഭാമിനിയെ പോലീസ് അറസ്റ്റ് ചെയ്താ അത് ബാധിക്കുന്നത് ആരെയാ? നിരഞ്ജനയെ തന്നെയാ. ശ്രുതിക്ക് പിന്നാലെ നിരഞ്ജനയും സിംഗപ്പൂരിൽ പോയെന്നാ പരിചയക്കാരെല്ലാം കരുതുന്നത്. അവരുടെ ഊഹം വെച്ച് നിരഞ്ജനയ്ക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുമുണ്ട്. ഇങ്ങനെയൊരു ഇഷ്യൂ പുറത്തു വന്ന കേരളം മുഴുവൻ അറിയും. പ്രത്യേകിച്ച് കുട്ടിയുടെ മുത്തശ്ശന്മാർ ചില്ലറക്കാരല്ല. അത് ശരിയാ. അതൊക്കെ ഓർത്താ ഭാമിനിയെ തിരിച്ചുവിടാൻ നിരഞ്ജന തയ്യാറായത്. അവിടെ കുഞ്ഞിനൊപ്പം ഇപ്പൊ നിരഞ്ജനയും അർച്ചനയും മാത്രമേ ഉള്ളൂ. ആ സ്ത്രീ ഉടനെ തിരിച്ചു പോകുന്നു എങ്ങനെ വിശ്വസിക്കാനാവും? ചുരുങ്ങിയ സമയം കൊണ്ട് അവർ ആൾബലം കൂട്ടിയത് മറന്നുപോയോ? പേടിക്കണമെന്ന് ഞാൻ നിരഞ്ജനയോടും പറഞ്ഞു. ഭാമിനിക്ക് എപ്പോഴായാലും തിരിച്ചു പോയേ പറ്റൂ. ഇനിയൊരു നീക്കത്തിന് തുനിഞ്ഞാൽ അത് ഭാവിയെ ബാധിക്കുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. കൂടുതൽ ഒന്നിനും നിൽക്കാതെ അവർ സ്ഥലം വിടാനാ സാധ്യത. അർച്ചന മൂന്നാറിലുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു തവണ വന്നു പോയതല്ലാതെ ഒരു നീക്കവും വിശ്വനാഥൻ സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ അടങ്ങിയിരിക്കില്ല അയാള്. ടീ ഫാക്ടറികൾ തോറും അന്വേഷണം നടക്കുന്നുണ്ടാവും. ചിലപ്പോ ഹിമ ഡോക്ടർ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞതായി തോന്നിക്കാണും. അങ്ങനെയൊരു തോന്നലുണ്ടാവില്ല. കാരണം കുഞ്ഞ് മൂന്നാറിലുണ്ട്. കുഞ്ഞെവിടെ കാണുമെന്ന് അർച്ചന എങ്ങനെ അറിയാനാ? അവളോട് ആര് പറയാം? ആ വഴിക്ക് വിശ്വനാഥൻ സാറിന് ചിന്തിച്ചൂടെ? ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ. CI സുരേന്ദ്രനെ വിശ്വനാഥൻ സാർ മൂന്നാറിലേക്ക് ഇതുവരെ അയച്ചിട്ടില്ല. എന്ത് നീക്കമാണ് നടക്കുന്നതെന്നും അറിയില്ല. ഇതൊന്നും അർച്ചനയെ ബാധിച്ചിട്ടേയില്ല. അവളിപ്പോ ഉപയോഗിക്കുന്നത് നിരഞ്ജനയുടെ ഒരു പഴയ ഫോൺ നമ്പറാ. അവര് രണ്ടുപേരും കുഞ്ഞുമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. അതിനിടയ്ക്ക് ആരും ചെന്ന് കേറാതിരുന്നാ മതിയായിരുന്നു.
അവളുടെ ഇപ്പോഴത്തെ ധൈര്യം ആ സെർവന്റാ ആലിസ്. ഇതുകൊണ്ടൊന്നും നിരഞ്ജന തിരിച്ചു പോവില്ല. നാട്ടിലേക്ക് പോകാൻ പറ്റിയ അവസ്ഥയിലും അല്ല അവള്. മാഡം, ഇപ്പോ കൊച്ചിയിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? മൂന്നാറിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നതല്ലേ നല്ലത്? അത് അപകടമാണ് വില്യംസ്. വിവരങ്ങൾ ഇതിനോടകം തന്നെ അവൾ SP വിശ്വനാഥിനെ അറിയിച്ചിട്ടുണ്ടാവും. അയാൾ പുറപ്പെട്ടു കാണുമെന്ന് ഉറപ്പല്ലേ? എന്നെ അയാൾ വെറുതെ വിടില്ല. ഞാൻ എവിടെയുണ്ടെന്ന് ആരും അറിയാൻ പാടില്ല. അതിനെന്തുകൊണ്ടും നല്ലത് കൊച്ചി തന്നെയാ. ഉടനെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാവാൻ പാടില്ല. വില്യംസും തിരിച്ചു പോണം. ശരി മാഡം. ആലീസ്, അവൾ ഒറ്റ ഒരുത്തിയാ നമ്മുടെ നീക്കങ്ങളെല്ലാം തകർത്തത്. ഇനി നമ്മൾ തുടങ്ങേണ്ടത് അവളിൽ നിന്നാണ്. വില്യംസ് എത്രയും പെട്ടെന്ന് കട്ടപ്പനെ ചെന്ന് അവളുടെ വീട് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്നെ വിളിക്ക. ശരി മാഡം, ഇപ്പൊ തന്നെ ഞാൻ കട്ടപ്പനയ്ക്ക് തിരിക്കാം. ചെന്നിട്ട് ഞാൻ വിളിക്കാം. പിന്നീട് എന്ത് വേണോന്ന് ഞാൻ പറയാം. ശരി മാഡം. സർ, അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ശരി, ഞാൻ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളാം. ശരി സാർ. എന്താ സർ? ഫോൺ നമ്പർ ഒന്ന് എഴുതി തരണം. സിസ്റ്റം സ്ലോ ആണ്, അല്പനേരം വെയിറ്റ് ചെയ്യണം. ഞാൻ വിളിക്കാം. ഹലോ, ബാങ്കിൽ നിന്ന് ക്യാഷ്യർ രാജീവനാണ് സർ. പറയൂ. കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴ ബ്രാഞ്ചിലെ സാറ് തന്ന അക്കൗണ്ടിൽ ക്യാഷ് ഇടാൻ വേണ്ടി ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. പേര് സുജ. അവളെ കുറച്ചു നേരം പിടിച്ചു നിർത്തണം. ഞാൻ ടൗണിൽ തന്നെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. ശരി സർ. എന്താ മോളെ? ഭാമിനി ആന്റിയെ ഞാൻ തിരിച്ചയച്ചു. അവള് തിരിച്ചു പോയെന്നോ? പോയി. ആന്റിയെക്കുറിച്ച് ചില സംശയങ്ങളുണ്ടായത് ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ. ചില തെളിവുകളൊക്കെ എനിക്ക് കിട്ടി. ഇവിടുത്തെ സെർവന്റിന് പണം കൊടുത്ത് സ്വാധീനിക്കാൻ വരെ അവരെ ശ്രമിച്ചു. അത് അവൾ എന്നോട് പറഞ്ഞു. അവരോട് തിരിച്ചു പോകാൻ ഞാനും പറഞ്ഞു. പിണങ്ങിയാണോ അവള് പോയത്? എങ്കിൽ നീ കൂടുതൽ കരുതലോടെ ഇരിക്കേണ്ടി വരും. അവൾ കാനഡയിലേക്ക് പോയോ? അത് ഉറപ്പുവരുത്തണം. അതെനിക്കറിയില്ല അച്ഛാ. പക്ഷേ പോയത് ശരിക്കും മുഷിഞ്ഞിട്ടാ. അവരുടെ ശരിക്കുള്ള മുഖം ഞാൻ കണ്ടു. അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നെന്ന് കേട്ടിട്ടാ അവര് പോവാൻ തയ്യാറായത്. അവൾ മൂന്നാറിൽ തന്നെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ. അതൊരു വിഷസർപ്പമാ. ഉടനൊന്നും അവൾ പോവില്ല. മോള് ഫോൺ വെച്ചോ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ശരി അച്ഛാ. സർ, അതാണ്. വിളിക്കേ. സുജ, ക്രെഡിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ശരി. ഇവൾ റോസ്ലി ബംഗ്ലാവിലെ സെർവൻ്റ് അല്ലേ?
സർ, അവള് വലയെ വീണു സർ. സൂതനോടെ കണ്ടോ? ബാങ്ക് വെച്ച കെണിയിലാണ് അവള് വീണത്. അവള് ബാങ്കിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ഓട്ടയ്ക്ക് വെയിറ്റ് ചെയ്യോ? ഇനി എന്താ സർ വേണ്ടത്? സുഗതൻ അവളെ ഫോളോ ചെയ്യണം. അവള് താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയാൽ മാത്രം മതി. സ്ഥലം എനിക്കറിയാം സർ. ഞാൻ ആ വീട്ടിലൊരു കേസുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അവളെ ഞാൻ അവിടെ വെച്ച് കണ്ടതാ. പക്ഷെ നമ്മൾ തേടുന്ന ആളാണെന്ന് അറിയാതെ പോയി. സാർ, അവളെ ഓട്ടോയിൽ കയറി. ഞാൻ അവളെ ഫോളോ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അരമണിക്കൂറിനുള്ളിൽ ഞാൻ വിളിച്ചു പറയാം. എത്രയാ? 60 രൂപ. ആലിസ് ബാങ്കിൽ നിന്ന് വരാൻ വൈകിയപ്പോൾ ഞാനൊന്ന് പേടിച്ചു. അത് ബാങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു മാഡം. മോൻ ഉറങ്ങിയോ? അവൻ എൻ്റെ കയ്യിരുന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ തൊട്ടിൽ കൊണ്ടുപോയി കിടത്തി. ആരോ വന്നല്ലോ. ആരാ? അത് ഇവിടുത്തെ SI ആ മാഡം. നമ്മളാരും പിന്നീടൊന്നും വിളിച്ച് പറഞ്ഞില്ലല്ലോ. പിന്നെന്തിനാ ഈ വരവ്? എന്താ സർ? വിശേഷിച്ചൊന്നുമില്ല. ഈ വഴി ഒരു ആവശ്യത്തിന് വന്നപ്പോ കയറിയതാ. ഓ, പിന്നീട് ശല്യമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല സർ. രാത്രി ഇതുവഴി പട്രോളിംഗ് ഉണ്ട്. ആ. മൂന്നാറിന് പുറത്തുനിന്നുള്ള ആരോ ആയിരിക്കും അന്ന് ഇവിടെ കയറിയത്. ഇവിടെയുള്ള ചിലരെയൊക്കെ ഞാൻ പൊക്കി. അവരാരുമല്ല. ആലിസ്, സാറിനൊരു ചായ എടുക്ക. ഒന്നും വേണ്ട. മറ്റൊരു സെർവന്റ് ഉണ്ടല്ലോ, അയാൾ എവിടെ? അഴകേശം മാർക്കറ്റ് വരെ പോയതാ. അയാൾ എങ്ങനെയാ? വിശ്വസ്തനാ സർ. ആലീസ് ഇവിടെ വന്നിട്ട് എത്ര മാസമായെന്നാ പറഞ്ഞ? അത് 3 മാസമായി. ആലീസിന്റെ വീട് എവിടെ? കട്ടപ്പന. പ്രോപ്പർ സ്ഥലം പറ. ചിന്നാറ്. എന്താ അച്ഛന്റെ പേര്? ഇട്ടൂപ്പ്. ഞാനിന്ന് സാറിനോട് പറഞ്ഞതാ. SI ഫൈസൽ മുഹമ്മദ് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാ. ഫൈസിയാ ആലിസിനെ ഇവിടെ കൊണ്ടുവന്നത്. ഫൈസൽ തിരുവനന്തപുരത്തല്ലേ? ഞാനും തിരുവനന്തപുരത്തുകാരനാ. ഫൈസി കട്ടപ്പനെ ജോലി ചെയ്തപ്പോഴുണ്ടായിരുന്ന പരിചയമാ ആലിസിന്റെ അപ്പച്ചനുമായിട്ട്. അത് ശരി. ഇനി ഇവിടെ ഒരാൾ കൂടിയില്ലേ മാഡം? ആ, അതെന്റെ ആന്റിയാ, ഭാമിനി. അവര് തിരിച്ചുപോയി. ശരി, ഞാൻ ഇറങ്ങട്ടെ. അയാളുടെ ചോദ്യം നോട്ടം കണ്ടപ്പോ പേടി തോന്നി. ആലിസ് അത് കാര്യമാക്കണ്ട. ഒരു വീട്ടിലൊരു ക്രൈം നടന്ന പോലീസ് ആദ്യം സംശയിക്കുന്നത് അവിടുത്തെ സെർവൻസിനെ ആയിരിക്കും. അതവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാ. പിന്നെ നമുക്കൊരാവശ്യം വന്നാൽ അയാളെ വിളിക്കാം. അതൊരു ധൈര്യം തന്നെയല്ലേ? അതെ മാഡം. ഞാൻ ജസ്റ്റിസ് ഉണ്ണിത്താന്റെ മകളെന്നേ അറിയൂ. SP വിശ്വനാഥന്റെ മരുമകളാന്നറിയില്ല. മാഡം എന്താ അത് പറയാത്തത്? അതറിഞ്ഞ സുധിയുടെ അച്ഛൻ ആ നിമിഷം വിവരം അറിയും. അത് വേണ്ടെന്ന് വെച്ചിട്ടാ. ആന്റിയുടെ ഭാഗത്തുനിന്ന് ഇനി എന്തെങ്കിലും ഉണ്ടായാ സുധിയുടെ അച്ഛനെ വിളിച്ച് പറയേണ്ടി വരും. എന്തുണ്ട് സുഗത പുതിയ വിവരം? അവളെ ഫോളോ ചെയ്ത് ആ വീടിന് മുന്നിൽ എത്തി സർ. നേരത്തെ അവിടെ ഒരു മോഷണ ശ്രമം നടന്നിരുന്നു. അത് അന്വേഷിക്കാനെന്ന മട്ടില്ല
ഞാൻ അവളുടെ പിന്നാലെ അവിടെ ചെന്ന് കയറിയത്. അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ല സർ. എവിടെ അവിടെ താമസിക്കുന്ന സ്ഥലം? ടൗണിൽ നിന്ന് 4-5 കിലോമീറ്റർ മാറിയ ജസ്റ്റിസ് ഉണ്ണിത്താൻ സാറിന് ഇവിടെ ഒരു ബംഗ്ലാവുണ്ട്, റോസ്ലി ബംഗ്ലാവ്. ഉണ്ണിത്താൻ സാറിന്റെ മകൾ അഡ്വക്കേറ്റ് നിരഞ്ജനയും ഒരു കുഞ്ഞും മാത്രമാണ് അവിടെ താമസം. അവിടുത്തെ സെർവൻ്റ് അവള്. അവളുടെ ശരിക്കുള്ള പേര് അർച്ചനയെന്നോ സുജയെന്നോ അല്ല സർ, ആലീസ് എന്നാ. ആലീസ്. ഇനി എന്താ സർ ഞാൻ ചെയ്യേണ്ടത്? സൂതം തിരിച്ചു വയ്ക്കോ, ഞാൻ വിളിക്കാം. ശരി സർ. എന്താ നിന്റെ പേര്? ആലീസ്. എവിടെയാ നിന്റെ വീട്? കട്ടപ്പനയില്. ആലീസിനെ കിട്ടാതിരുന്നെങ്കിൽ നിരഞ്ജനയ്ക്ക് കുഞ്ഞുമായി അവിടെ വിടേണ്ടി വന്നേനെ. എന്നും ഉറക്കൊഴിഞ്ഞ് കാവലിരിക്കാൻ അഴകേശന് കഴിയില്ലെന്ന് എനിക്കറിയാം. അത് പരവല്ലമ്മ. അഴകേശൻ വീട്ടിലുണ്ടായാൽ മാത്രം മതി. പുറത്ത് നമുക്കൊരു സെക്യൂരിറ്റി ഏർപ്പാട് ചെയ്യാം. ഞാൻ ഒരാളെ കൊണ്ടുവരാം. കള്ളുകുടിച്ച് ഇവിടെ കിടക്കുന്ന ആളെയല്ല എനിക്ക് വേണ്ടത്. അങ്ങനൊന്നും ഉണ്ടാവില്ലമ്മ. എന്നാ ഒരാളെ അഴകേശൻ കൂട്ടിക്കൊണ്ടുവാ. SP വിശ്വനാഥ സാറിന്റെ മകന്റെ വീടാണെന്ന് പ്രത്യേകം പറയണം. അതെല്ലാമേ ഞാൻ ഏറ്റു. എന്നാ അഴകേശൻ പോയിക്കോ. ശരിയമ്മ. രാത്രിയായപ്പോ ആലിസിന് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. മാഡം പേടിക്കാതിരുന്നാ മതി. ആരെയും പേടിച്ച് ജീവിക്കാനാവില്ല. എന്റെ മനസ്സിന് നല്ല കരുത്തുണ്ട്. ഞാനൊരു അഡ്വക്കേറ്റ് ആണെന്ന കാര്യം ആലീസ് മറക്കണ്ട. ഞാനും മോനും ആലീസും ഇനി ഒരേ റൂമിൽ കിടന്നാ മതി. അതാവുമ്പോ ഒരൊച്ച കേട്ടാ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ഉണരുമല്ലോ. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കേട്ടിട്ട് സുധി അവിടെ നിൽക്കില്ലെന്നാ. മടങ്ങി വരുമെന്ന് സുധി സാറ് പറഞ്ഞോ? അങ്ങനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് അവിടെ നിൽക്കാൻ പറ്റുമോ? സുധി ഉടനെ മടങ്ങി വരും. സുധി വന്നെന്നറിഞ്ഞ ഭാമിനി ഉണ്ണിത്താൻ വാലും ചുരുട്ടി തിരിച്ചു പോവുകയും ചെയ്യും. സുധി സാറ് വന്നാ പിന്നെ എനിക്ക് വീട്ടിലേക്ക് പോവാലോ. കൊള്ളാം. ആലിസിനെ ഞാൻ വിടാനോ? ആലിസിന് ജോലി കിട്ടുന്നത് വരെ ഞാൻ വിടില്ല. അല്ല, സുധി വന്ന ആലിസിനെന്താ? ഓ, എനിക്ക് മനസ്സിലായി ആലിസിന്റെ ഉള്ളിൽ എന്താന്ന്. എന്താ? അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട. സുധിയാണ് ജെന്റിൽമാനാ. അയ്യോ, ഞാൻ സുധി സാറിനെ കുറിച്ച് മോശമായി ചിന്തിച്ചത് കൂടിയില്ല. ഏതായാലും സുധി വരട്ടെ. സമാധാനത്തോടെയും സന്തോഷത്തോടെയും കുറച്ച് ദിവസങ്ങൾ ഇവിടെ ചെലവഴിച്ചിട്ട് തിരിച്ചു പോകണം. ഞങ്ങളുടെ കൂടെ ആലിസും ഉണ്ടാവും. നാട് മുഴുവനും നമ്മൾ അവളെ തേടി നടന്നു. അവളെ വീഴ്ത്താൻ പല സ്ഥലങ്ങളിലും കെണിയൊരുക്കി കാത്തിരുന്നു. പക്ഷേ അവള് ജീവിച്ചത് റോസ്ലി ബംഗ്ലാവിൽ, സുധിയുടെ ഭാര്യയ്ക്കൊപ്പം, സ്വന്തം കുഞ്ഞിന്റെ കൂടെ. അമ്മയും കുഞ്ഞും ഒരു വീട്ടിൽ. ചതിച്ചത് ഫൈസിയളിയാ. എന്തിനവനത് ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നിരഞ്ജനയെ ഒരു മണ്ടിയാക്കാൻ അവൻ തുനിഞ്ഞാലും അവന്റെ ഭാര്യ അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കില്ലേ? നിരഞ്ജനെ അവളും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാ. എന്നിട്ടാണോ സുധിയുടെ കാമുകിയെ വേലക്കാരിയുടെ വേഷം കെട്ടിച്ച് അവളെ എത്തിച്ചത്? അവൾ സ്വന്തം കുഞ്ഞിനെടുത്ത് കടന്നു കളഞ്ഞെങ്കിലോ അതിനാര് സമാധാനം പറയും? ഇനി നിരഞ്ജന അർച്ചനയെ തിരിച്ചറിഞ്ഞതാണെങ്കിലോ? അളിയൻ എന്താ കുടിച്ച് സമനില തെറ്റിയോ? അങ്ങനെ സംശയിച്ചു പോവില്ലേ? പിന്നെ എന്ത് ധൈര്യത്തിൽ ഫൈസി അവളെ ആ വീട്ടിൽ കൊണ്ടുവന്നു? നടന്നിരിക്കുന്നത് ഒന്നാം തരം ചീറ്റിങ്ങാ. വിശ്വാസവഞ്ചന കാണിച്ചത് ഫൈസിയ. നിരഞ്ജന അവന്റെ ചതിയിൽ വീണു. കുഞ്ഞിനെ നോക്കാൻ മാസശമ്പളത്തിന് വന്നവൾ കുഞ്ഞിന്റെ പെറ്റമ്മയാണെന്ന് അവൾ ഇപ്പോഴും അറിയുന്നില്ല. നിരഞ്ജന ഇനി അത് തിരിച്ചറിയാതെ വേണം ജോലിക്കാരിയുടെ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യാൻ.